ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ താങ്ക് യു ബ്രോ. നമ്മുടെ വില്ലീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലാഷ് ബാക്ക് വേറൊന്നുമല്ല, നമ്മുടെ വില്ലീസ് നമ്മൾ ശരിയാക്കാൻ പോവുകയാണ്. സോ ശരിയാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവുക. എനിക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ കേടായിരിക്കാൻ ഒരു മനസ്സ് അനുവദിക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ശരിയാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അന്ന് ഓടിച്ച് കാണിക്കാൻ പറ്റിയില്ല. ആ വീഡിയോയിൽ വില്ലീസ് ശരിയാക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ് വില്ലീസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീപ്പ് വില്ലീസിൻ്റെ 2 ടയർ ഉണ്ടാ അങ്ങനെ പൊട്ടി കിടക്കുകയാണ് ഇതിൻ്റെ അവിടെ നിന്ന്. സോ ഇതാണ് നമ്മൾ ശരിയാക്കാനുള്ളത്. ഇത് നമുക്ക് ഓടിച്ച് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ മുമ്പിൽ, ഭയങ്കര വിഷമമുണ്ട്. സോ എന്തായാലും നമുക്ക് ശരിയാക്കിയിട്ട് എന്തായാലും നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നതായിരിക്കും. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പോലെ തന്നെ നമ്മുടെ ജീപ്പ് വില്ലീസ് നമ്മുടെ പണി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് വില്ലീസിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം എന്തോ ആയിട്ടുണ്ട്. എനിക്ക് പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്ര നാളെ നമ്മൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ജീപ്പ് വില്ലീസ് നമ്മുടെ കോപ്റ്റർ ബോയിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് ഓടിച്ചു വെക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ജീപ്പ് വില്ലീസ് മേടിക്കുന്നത്. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നിലത്ത് വീണ് അതിൻ്റെ ഈ കാണുന്ന ആ ടയറിൻ്റെ ഭാഗം ഒടിഞ്ഞു പോയി. സോ എനിക്ക് അന്ന് ഇത് ഓടിച്ചു നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് റിപ്പയറിങ്ങിന് കൊടുത്തു. റിപ്പയറിങ് കഴിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കത് പോയിട്ട് എടുക്കണം. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഇനി കൊച്ചി പോകണം. അവിടെ നിന്ന് പോയിട്ട് വേണം നമുക്ക് ജീപ്പ് വില്ലീസ് എടുത്തിട്ട് തിരിച്ച് വരാനായിട്ട്. സോ നമ്മൾ ആ ജീപ്പ് വില്ലീസ് വാങ്ങിച്ചത് ഏകദേശം ഒരു 5000 രൂപ എന്ന് കൊടുത്തിട്ടാണ്. അതും ബാങ്കുടി നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനേക്കാൾ മുമ്പും നമ്മുടെ ആ കാണുന്ന വില്ലീസ് നിലത്ത് വീണ് അതിൻ്റെ ടയർ ഒടിഞ്ഞു പോയി. ടയറിൻ്റെ ആ ഒരു ആക്സിലിൻ്റെ ഭാഗം ഒടിഞ്ഞു പോയി. വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോപ്റ്റർ ബോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എടുക്കണം. എടുത്തിട്ട് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ച് തരണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എനിക്ക് ആ വീഡിയോയിൽ എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ജീപ്പിൻ്റെ ഭംഗിയും ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഓടിക്കാമെന്ന് വിചാരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇപ്പം തന്നെ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് ലൈക്ക് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന വേറെ കുറേ പേരുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇത് വണ്ടി വാങ്ങണമെന്നത് കമൻറ്റ് അടിച്ചോളൂ. അപ്പോൾ നമ്മുടെ വില്ലീസ് എടുക്കാൻ പോകണമെങ്കിൽ മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് പല്ല് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പല്ല് വയ്ക്കാറുള്ളത് ഒരു നോർമൽ ബ്രഷ് വെച്ചിട്ടാണ്. ഈ വട്ടം ഞാൻ പല്ല് വയ്ക്കാനായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. കാണുന്ന ടൂത്ത് ബ്രഷ് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നമ്മുടെ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കാണുന്ന ഒരു ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. ഓക്കെ ഗൈസ്, ഇത്രയധികം പ്രൊഡക്ട്സ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അതെ, ഈ കാണുന്ന ഒരു പോയിന്റഡ് പോലത്തെ ഈ ഒരു ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കേസാണ്. നമ്മുടെ ബ്രഷ് വെക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ തന്നെ നമ്മുടെ ബ്രഷും വന്നിട്ടുണ്ട്. വാവ് ഗൈസ്, ദേ ഇതാണ് നമ്മുടെ ബ്രഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രഷിൻ്റെ ഹെഡ് ഒരെണ്ണം ഇതിൽ വന്നിട്ടുണ്ട്. ഒരെണ്ണമല്ല നമ്മുടെ ഇതിലുള്ളത്. ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് 5 ഹെഡ്സാണ് വരുന്നത്. ആടാ, ഇതടക്കം നമുക്ക് 5 ഹെഡ് ടോട്ടൽ വരുന്നുണ്ട്. ഒരു മെയിൻ ഹെഡും അതേപോലെ തന്നെ 4 എക്സ്ട്രാ ഹെഡുകളും വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു വേറൊരു ക്യാപ്പ് വന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന ഹെഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെക്കാൻ പറ്റും. ഈ കാണുന്ന ഹെഡിന് പുറമേ ആയിട്ട് നമുക്ക് വേറൊരു കിഡിലും പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. സോ നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. സോ അങ്ങനെ നമ്മുടെ ഈ കാണുന്ന ബ്രഷും കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയധികം പ്രോഡക്ട്സ് ആണ് നമ്മുടെ ആ കാണുന്ന ഒരു പെട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കാണുന്ന ബ്രഷിന് വാങ്ങിച്ചു. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ കാണുന്ന ബ്രഷിന്റെ അടിഭാഗത്താണ് ഇതിന്റെ ആ ഒരു ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ബ്രഷ് പ്രവർത്തിക്കുന്നത് സൂപ്പർ സോണിക് ടെക്നോളജി വെച്ചിട്ടാണ്. സോ ഈ കാണുന്ന ബ്രസിൽസ് ഏകദേശം 1 മിനിറ്റിൽ 40,000 വട്ടാണ് ഇതുപോലെ ആവുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രഷിന് 5 ക്ലീനിങ് മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. വൈറ്റനിങ്, പിന്നെ ക്ലീനിങ്, സെൻസിറ്റീവ്, പോളിഷിംഗ്, മസാജ് എന്ന് പറഞ്ഞ 5 മോഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഹെഡ് വരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഐറ്റാണ് ഇന്റർഡെന്റൽ ബ്രഷ് ഹെഡ് എന്ന് പറയുന്നത്. കണ്ടാ, ഇതുപോലെയാണ് അതിന്റെ ആ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. സോ ഈ കാണുന്ന ഹെഡ് വെച്ചിട്ട് ഒട്ടുമിക്ക എല്ലാ ഡേർട്ടും കാര്യങ്ങളും പോകും. പക്ഷേ ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ടീത്തിന്റെ ഇടയിലുള്ള ഓരോ ഡേർട്ട് ശരിക്കും കൃത്യം കളയാനാണ് ഈ കാണുന്ന ഒരു ഹെഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ബ്രഷ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 25 ദിവസം വരെ നമുക്കിത് നീണ്ടു നിൽക്കും ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രഷിന് ഒരു ഓട്ടോ കട്ട് ഓഫ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഈ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കാണുന്ന ബ്രഷ് ഓഫ് ആയി പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പല്ല് തേക്കേണ്ടത് 2 മിനിറ്റ് മാത്രം മതി. ഒരുപാട് പല്ല് തേച്ചാലും നമ്മുടെ ഇനാമിൽസിന് അത് ഡാമേജ് ആവും. പിന്നെ ഈ കാണുന്ന ബ്രഷിൽ നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോൾ ഇതിന്റെ ഈ കാണുന്ന ബ്രസിൽസിന്റെ ഓരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ബ്രഷിൽ നമ്മൾ ഒരു മോഡ് ഇട്ടു, അതേപോലെ തന്നെ നെക്സ്റ്റ് മോഡ് ഇട്ടു. സോ ഈ മോഡിൽ നമ്മൾ നമ്മുടെ ക്ലീനിങ് നിർത്തി കഴിഞ്ഞാൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇത് ക്ലീനിങ് നിൽക്കും. പക്ഷേ വീണ്ടും ഈ കാണുന്ന മോഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ
വീണ്ടും അമർത്തി കഴിഞ്ഞാൽ അതേ മോഡിൽ തന്നെ നമ്മുടെ ഈ കാണുന്ന ബ്രഷ് സ്റ്റാർട്ട്. ഈ കാണുന്ന അഗോരയുടെ ബ്രഷ് 1 year വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ IPX7 വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കേസാണ്. എവിടേക്കും ട്രാവൽ ചെയ്യണ സമയത്ത് സിമ്പിളായിട്ട് ഇതിൽ പാക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് പല്ലേജ് കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ മോഡ് നമ്മുടെ വൈറ്റനിങ് എന്ന് പറഞ്ഞ മോഡിലാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത്. അത് നിങ്ങൾ വായിലിട്ടിട്ട് വേണം ഓണാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പേസ്റ്റ് തെറിച്ച് പോകും. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ബ്രഷിൽ നമുക്ക് 5 മോഡ്സാണ് വരുന്നത്. ഫസ്റ്റത്തെ മോഡ് എന്ന് പറയുന്നത് വൈറ്റനിങ്, പിന്നെ ക്ലീനിങ്, സെൻസിറ്റീവ്, പോളിഷ്, മസാജ് എന്ന് പറഞ്ഞാൽ 5 മോഡ്സാണ് വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ വന്നത് വൈറ്റിംഗ് എന്ന് പറഞ്ഞ മോഡ് ഇട്ടിട്ടാണ്. സോ ഈ മോഡ് ഇടുമ്പോൾ നിങ്ങളുടെ പല്ല് ഒരുപാട് വൈറ്റ് ആവാനും തിളങ്ങി വെക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ക്ലീൻ എന്ന് പറഞ്ഞ മോഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ക്ലീൻ ആവാനും സഹായിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെൻസിറ്റീവ് ഏരിയസിലൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആവാൻ സഹായിക്കുന്നതാണ്. അടുത്ത പോളിഷ് പറഞ്ഞ മോഡാണ്. സോ ഓൾറെഡി നമ്മുടെ പല്ല് നല്ല വൃത്തിയായി ഒന്നുകൂടി പോളിഷ് ആക്കി എടുക്കാനാണ് ഈ കാണുന്ന പോളിഷ് എന്ന് പറഞ്ഞ മോഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലായിട്ടുള്ള ഒരു മോഡാണ് മസാജ് എന്ന് പറഞ്ഞ മോഡ്. സോ ഈ കാണുന്ന മോഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ, മോണകളൊക്കെ അടിപൊളി മസാജ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ബ്രഷ് നമ്മൾ സഹായിക്കുന്നതാണ്. സോ ജസ്റ്റ് ഇത് മാറ്റിയിട്ട് ശേഷം ഈ കാണുന്ന ഹെഡാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇടയിലത്തെ അഴുക്കളൊക്കെ കളയാനാണ്. കാണാം, ഈ ഒരു ഐറ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കളയാൻ പറ്റും. കാണുന്ന ബ്രഷിൻ്റെ ഒരു പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലാണ്ടാ അത്രയും പവർ ഉണ്ട്. അതുകൊണ്ടാണ് ആ വെള്ളം അതുപോലെ അങ്ങനെ തെറിക്കുന്നത്. ഏകദേശം നമ്മുടെ പല്ലുമുള്ള പ്ലക്കുകളൊക്കെ 99% കാണുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് കളയാൻ പറ്റുന്നതാണ്. സോ ഈ കാണുന്ന ബ്രഷ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഫൈനലി നമ്മളിവിടെ പോകാൻ നിൽക്കുകയാണ്, റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൊല്ലത്തിലാണ് പോണത്. ഓക്കെ, ഇനി പോയിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ നമ്മളിതേ ഇവിടെ കൊച്ചിയിൽ തിരിയാണ്. നമ്മുടെ കോപ്ചർ ബോയ് ഇവിടെ വന്നിട്ടുണ്ട്. സോ പുള്ളിയുടെ പുതിയ താറിലാണ് വന്നിരിക്കുന്നത്. സോ പുള്ളിയുടെ കയ്യിൽ നമ്മുടെ ബില്ലീസ് ഉണ്ട്. സോ ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം ബ്രോ. സോ നമ്മുടെ വില്ലീസ് സെറ്റ് ആയില്ലേ? ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോ. ഗൈസ്, ദേ ഇരിക്കുന്നു നമ്മുടെ വില്ലീസ് എന്ന് പറയുന്നത്. ഏകദേശം 2 മാസത്തോളം ഇത് സംഭവം സെറ്റായിരുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ വന്ന് വാങ്ങണേന്ന് മാത്രം. ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ താങ്ക് യു ബ്രോ. ഗൈസ്, അപ്പോൾ ഇതേപോലത്തെ നിങ്ങളുടെ RC കാർഡ്സൊക്കെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ RC കാർഡ്സൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ RM കസ്റ്റമർക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ദേ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഈ ബാക്കിലത്തെ ഈ ഒരു ലെഗ് ഒടിഞ്ഞു പോയിരുന്നു. സോ അത് സെറ്റ് സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള വണ്ടികളുടെ പാർട്സ് മേടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ കസ്റ്റം പാർട്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഓക്കെ 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 മനസ്സിലായി. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പക്ക ഫിനിഷിങ്ങിലാണ് ചെയ്തൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ ഇനി നമുക്കിത് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഗൈസ്, ഫൈനലി നമ്മുടെ വില്ലീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ഈ ഒരു വില്ലീസ് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് കുറച്ച് പണി കിട്ടിയതായിരുന്നു. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ദേ ഇതാണ് നമ്മുടെ ഐറ്റം. ഈ കാണുന്ന 2 ടയേഴ്സാണ് നമ്മുടെ വിട്ടു പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സെറ്റാക്കി കയ്യിലിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് അറിയുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഫുള്ളി ഹോബി ഗ്രേഡ് അല്ല, ഒരു സെമി ഹോബി ഗ്രേഡ് ആയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീറിങ്, നമ്മുടെ ടയർ തിരിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റീറിങ്ങും ഓട്ടോമാറ്റിക്കലി വർക്കാവും. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എത്രത്തോളം ഉണ്ടെന്ന്. ഈ സൈഡിൽ നമുക്ക് കുറച്ച് ഐറ്റം ടൂൾസൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ ജെറി ക്യാം വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം അടിപൊളിയായിട്ടാണ്. ഓക്കെ, ഇതിന്ന് ഓടിച്ച് കാണിച്ചു തരാം. സോ ഈ കാണുന്ന ജീപ്പിൻ്റെ നമ്മുടെ ഫ്രണ്ട് വശത്താണ് ഇതിൻ്റെ ബാറ്ററി വന്നിരിക്കുന്നത്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതിൽ 2 ബാറ്ററി ഇട്ട് കൊടുക്കണം. ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. സോ അതും ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം അവിടെ വർക്കിംഗ് ആണ്. സോ നമ്മുടെ ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ അവിടെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. കാണുന്ന മോഡൽ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ബാങ്കുട്ടിൽ നിന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് ഓർഡർ ചെയ്യാറില്ല. ബാങ്കുട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കാരണം വെറും ഒരു 5000-6000 രൂപയ്ക്കാണ് അന്ന് എനിക്കിത് പ്രൊഡക്റ്റ് കിട്ടിയത്. സോ ഓക്കെ, ഇപ്പോൾ അതിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സസ്പെൻഷൻ കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ ടയർ കണ്ട അത്യാവശ്യം ചെറിയൊരു ഹാർഡ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് തന്നെ അമർന്ന് പോകുന്ന ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ സ്വിച്ച്
കണ്ട ഈ കാണുന്നതാണ് ലൈറ്റ് സ്വിച്ച്. ഇത് അമർത്തി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തും, വീണ്ടും അമർത്തിയ ലൈറ്റ് ഓഫ് ആവും. അവിടെ വില്ലീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഓടിച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ ആ സ്റ്റിയറിംഗ് കൂടി അതിൻ്റെ ഒപ്പം തിരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വില്ലീസിനോട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഓടിക്കാനായിട്ട്. സോ അതിൻ്റെ ഫാസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഗത്തിൽ നമ്മുടെ വണ്ടി ഓടുന്നുണ്ട്. കണ്ടാ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. വാവ്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കേട്ടോ ലെഫ്റ്റും റൈറ്റും തിരിക്കുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കത്തുന്നുണ്ട്. ഞാൻ ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നോക്കി കാണാൻ പറ്റും. ഇവിടെ USA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സ്റ്റാറിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മിററിൻ്റെ മേലെ ആ ഒരു ഗ്ലാസിൻ്റെ മേലെ നമ്മുടെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ഓടിക്കണം. കണ്ട ആ കാണുന്ന കല്ലിൽ ജസ്റ്റ് കൊണ്ടുപോയിട്ട് ഓഫ് റോഡ് ഓടിച്ച് നോക്കാം. സോ എനിക്ക് തോന്നുന്നില്ല കയറുന്നു, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഈ കാണുന്ന കല്ലിൽ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കാം. ഫുള്ളി ഒബീരുടെ ഓഫ് റോഡ് വണ്ടി അല്ല, എന്നാലും ജസ്റ്റ് ഗായ്സ് നോക്ക്. 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കേടാ നമ്മുടെ ഐറ്റം ഇവിടെ ഓടുന്നുണ്ട്. ഗ്ലാസ് താഴ്ത്തിച്ച് ഓടിക്കാനായിട്ട് വേറെ ലെവലിൽ ലുക്കാണ്. ഓക്കെ, വാവ്, ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇവനെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറമ്പിൽ പോയിട്ടൊന്ന് ഓഫ് റോഡ് അടിക്കാം. ജസ്റ്റ് നോക്കി നോക്കാം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഡ്യുവൽ സ്പീഡൊന്നും വരുന്നില്ല, ഒരു സിംഗിൾ സ്പീഡിന് വന്നിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഉണ്ട്. അതിലാണ് ഈ കാണുന്ന രണ്ട് ഐറ്റം വേണ്ട അതൊക്കെ വർക്കാവുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു കയറ്റം കണ്ടോ നിങ്ങൾ? സോ അത് ഈ കാണുന്ന നമ്മുടെ വില്ലീസ് കയറി പോരെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ കാണുന്ന കയറ്റത്തിൽ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഗൈസ് നോക്ക്, വാവ്, സിമ്പിളായിട്ട് കയറി പോന്നു. പ്രൊഡക്റ്റിന് ചെറിയൊരു ഡ്രാഗ് ബ്രേക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കയറ്റത്ത് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നിൽക്കണണ്ട. അപ്പോൾ അടുത്ത ഒരു ചാലഞ്ചാണ്. ഈ കാണുന്ന വണ്ടീനെ ഇവിടെ ചെറിയൊരു കയറ്റുണ്ട്. ആ ഒരു കയറ്റം ജസ്റ്റ് കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെല്ലെ 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 ദേ പോന്ന്. ഓ ഗൈസ് നോക്ക്, സിമ്പിളായിട്ട് ആ കാണുന്ന ഒരു കയറ്റം ഐറ്റം കയറി പോയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മുടെ ജീപ്പ് വില്ലീസ് എന്ന് പറയുന്നത്. വരവൊക്കെ കണ്ട എന്ത് രസമാണ് കാണാനായിട്ട്. എൻ്റെ മോനെ, ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലീസിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റം എന്തായാലും അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു ചാലഞ്ചും കൂടി കൊടുക്കുകയാണ് നമ്മുടെ വില്ലീസിനെ. ഈ കാണുന്ന ഹൈറ്റ് കണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഹൈറ്റ് അത് കയറാൻ പറ്റും, നമുക്ക് നോക്കി നോക്കാം. സോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. വെറും 6000 രൂപ ഐറ്റാണ്, 6000 ആ റേഞ്ച് വരുന്ന ഐറ്റാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ കാണുന്ന കയറ്റം കയറുന്ന നോക്കിയാൽ എൻ്റെ മോനെ നമുക്ക് സിമ്പിളായിട്ട്, ഞാൻ ലോ സ്പീഡിലാണ് ഇട്ടത്, എന്നിട്ട് ഒരു ഐറ്റം കണ്ട കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വില്ലീസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. സോ 6 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ വില്ലീസിൻ്റെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ കിടക്കാച്ചി RC കാർസിൻ്റെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. സോ ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിട്ടാ.